അമ്മായി ടിഫിൻ എല്ലാം ഉണ്ടാക്കിയോ? ആ ഉണ്ടാക്കിയടാ. നിനക്ക് ഇഷ്ടാണല്ലോ എന്ന് വെച്ച് വട ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിക്കാൻ എടുക്കട്ടെ? വെറും വട മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അമ്മായി. നീ വട കഴിച്ചു തീരുമ്പോഴേക്കും നിനക്കുള്ള മസാല ദോശ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. സാരില്ല അമ്മായി, അല്ലെങ്കിലേ സമയമായി. എന്താണ് റെഡി ആയിട്ടുള്ളത് അതെനിക്ക് തന്നാ മതി. എനിക്ക് എത്രയും പെട്ടെന്ന് ഇന്റർവ്യൂവിലേക്ക് പോകണം. അങ്ങനെയാണോ? ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടോ? അതെ അമ്മായി, ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് വന്നത്. നിങ്ങളോട് പറയാന്ന് വിചാരിച്ചു. ഇന്നലെ നിങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. നിങ്ങളെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചാണ് ഞാൻ പറയാതിരുന്നേ. അങ്ങനെയാണോ? എങ്കിൽ നിക്ക്, വെറും വയറ്റിൽ പോവല്ലേ, വടയെങ്കിലും കഴിച്ചിട്ട് പോ. ശരി അമ്മായി. ആ വാടാ. ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു പോയിട്ട് എന്തായി? അവരെന്നോട് ചോദിച്ച ചോദ്യത്തിനെല്ലാം ഞാൻ ശരിക്കും ഉത്തരം പറഞ്ഞു അമ്മായി. എങ്കിൽ പിന്നെ ഈ ജോലി എന്തായാലും കിട്ടും, ശരിയല്ലേ? കിട്ടുവോ കിട്ടില്ലെന്ന് എനിക്ക് ശരിക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ കറക്റ്റായി ചെയ്തു അമ്മായി. അങ്ങനെയാണോ? ഓക്കെ, എങ്കി വാ. വിശക്കുന്നുണ്ടാവില്ലേ? കഴിക്കാം. ഇല്ല വേണ്ട അമ്മായി. വരുന്ന വഴിയിൽ എന്റെ കൂടെ പഠിച്ച എന്റെ ഫ്രണ്ട് ഒരുത്തനെ കണ്ടു. ഞാൻ അവന്റെ കൂടെ ഹോട്ടലിൽ കഴിച്ചു. നിങ്ങളോട് വിളിച്ച് പറയാന്ന് വിചാരിച്ചു. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നതിൽ ഞാൻ ശരിക്കും മറന്നുപോയി. സോറി അമ്മായി. സാരല്ലെന്നേ, നീ കഴിച്ചല്ലോ, എനിക്കത് മതി. എന്നാ പിന്നെ നീ അകത്തു പോയി ഫ്രഷപ്പ് ആയിക്കോ. ഞാൻ നിനക്കുള്ള ചായ കൊണ്ടുവരാം. ആ ശരി അമ്മായി. ഇന്ന ചായ കുടിക്കും. അമ്മായി, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്കടാ. ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോന്ന് അറിയില്ല അമ്മായി. ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. സാരമില്ല, എന്താന്ന് വെച്ചാ ചോദിക്ക്. അമ്മാവ് നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടേച്ച് പോയിട്ട് കുറെ കൊല്ലങ്ങളായില്ലേ? അങ്ങനെ അമ്മാവ് നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടേച്ചിട്ട് പോകുമ്പോ അപ്പൊ നിങ്ങൾക്ക് ചെറിയ പ്രായമല്ലേ? പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് വേറൊരു കല്യാണം കഴിച്ചില്ല? അതുപോലത്തെ ചെറിയ വയസ്സിൽ ആരാണെങ്കിലും തീർച്ചയായും വേറൊരു കല്യാണം കഴിച്ചേനെ. അതെന്താന്ന് എനിക്ക് അറിയില്ലടാ. നിന്റെ അമ്മാവൻ എന്നെ ഉപേക്ഷിച്ച് ഒളിച്ചോടിയപ്പോ ടീനയും റീനയും രണ്ടാളും ചെറിയ കുട്ടികളായിരുന്നു. രണ്ടാളെയും നന്നായി വളർത്തി നല്ല നിലയിൽ പഠിപ്പിക്കണോന്നൊക്കെ എന്റെ മനസ്സിൽ അന്ന് ആഗ്രഹവും വാശിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേറൊരു കല്യാണത്തിനെ പറ്റി ആലോചിക്കാത്തത്. ഞാൻ വേറെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കുന്ന ആളെ എന്റെ രണ്ടു മക്കളെയും നന്നായി നോക്കുമോ, എന്നോടൊത്ത് സന്തോഷമായി ജീവിക്കുമോ എന്നൊക്കെയുള്ള പേടി കാരണമാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. അതല്ല അമ്മായി, അമ്മാവ് നിങ്ങളെ വിട്ടേച്ച് പോയതിനു ശേഷം നിങ്ങൾ കല്യാണം പോലും കഴിക്കാതെ ഒറ്റയ്ക്കായിരുന്നില്ലേ? അപ്പോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന എല്ലാ ഫീലിങ്സും നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്തു എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു അമ്മായി. ജീവിതത്തിൽ നമുക്ക് മുന്നേറണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്തേ തീരൂ. ആഗ്രഹിക്കുന്നതെന്തും എല്ലാവർക്കും കിട്ടില്ല. കിട്ടുന്നതെന്തോ അത് സ്വീകരിക്കണം. നിങ്ങൾ പറഞ്ഞത് ശരി അമ്മായി. ശരിക്കും നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു അമ്മായി. അമ്മാവ് നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടേച്ച് പോയാലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ നല്ലോണം പഠിപ്പിച്ചു. അവർ രണ്ടുപേരും ഫോറിനിൽ സെറ്റിൽ ആവുന്ന പോലെ നിങ്ങൾ അവരെ നല്ലോണം വളർത്തിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇപ്പോൾ നല്ലോണം ഉണ്ടെങ്കിൽ അതിന് നിങ്ങളാണ് കാരണം അമ്മായി. വളരെ നന്ദിയുണ്ടടാ, നീ എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയതിന്.